പച്ചമരുന്ന് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ചില മരുന്നുകളും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന പച്ചമരുന്നുകളും അരിയും ചേർത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന മരുന്ന് കഞ്ഞികളുമുണ്ട്. ഇന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന മരുന്നുകഞ്ഞികൾക്കു തന്നെ പലതരം കൂട്ടുകളുണ്ട്. ശരീരത്തിൽ ഇത്തരം മരുന്നുകൾ ചെല്ലുന്നതുകൊണ്ട് വാദം തുടങ്ങിയ പലതരം രോഗങ്ങൾക്കെതിരെ ശരീരത്തിന് പ്രതിരോധ കവചം തീർക്കാൻ കഴിയും. പഴയകാലത്ത് ഇത്രയും മരുന്നുകൾ കഞ്ഞിയിൽ ചേർക്കപ്പെട്ടിരുന്നില്ലെങ്കിലും ഇന്ന് വൈദ്യന്മാർ നല്ലതെന്ന് പറയുന്ന മരുന്നുകൾ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ കഞ്ഞിയിൽ ഉപയോഗിക്കുന്നു. മരുന്നുകഞ്ഞിയിൽ ചേർക്കുന്ന ഉലുവ, തേങ്ങ, തവിട് കളയാത്ത അരി, 20ലധികം പച്ചമരുന്നുകൾ ഇവയെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നവയാണ്. കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ ആദ്യം തന്നെ കക്കും കായ കുതിർത്ത് വെക്കണം. തലേദിവസം കുതിർത്ത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് സ്ക്രാപ്പ് ചെയ്ത് തേങ്ങ ചേർത്ത് അരച്ച് വെക്കുക. നവരയരി കഴുകി അടുപ്പത്തിട്ട് അടുപ്പത്തിട്ടിട്ട് അതൊന്ന് വേവുമ്പോൾ അരിയുടെ കൂടെ ഉലുവ മുളപ്പിച്ചതും കൂടെ ഇട്ടിട്ട് വേവിക്കുക. ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. അരിയും ഉലുവയും വെന്ത് കഴിഞ്ഞു. ഇനി ഒരു സ്പൂണ് ജീരകം, ഒരു സ്പൂണ് അജാളി ഇടുന്നു. 2 പേർക്കുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അജാളി ഒന്ന് വെന്തതിന് ശേഷം 6 തരം മരുന്നുകൾ പൊടിച്ച പൊടി 1 സ്പൂൺ ഇടുക. ശേഷം കക്കും കായ തേങ്ങാപ്പാലിൽ അരച്ചത് ചേർക്കുക. എല്ലാം ഇപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞു. ഇനി പച്ചമരുന്നുകൾ ചേർക്കുക. ഇടിച്ച് പിഴിഞ്ഞ നീര്, പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ നീര് ചേർക്കണം. രണ്ടാൾക്കുള്ള കഞ്ഞിയിൽ 2 ഔൺസ് പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ നീരൊഴിച്ച് ഇനി ഒന്ന് തിളച്ചതിന് ശേഷം കഞ്ഞി വാങ്ങി വെക്കാം. ഇനി കുറച്ച് നേരം അടച്ചു വെക്കുക. ഇപ്പോൾ കഞ്ഞി റെഡിയായി. ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. ആരോഗ്യത്തിന് നല്ലത് ഒന്നും ചേർക്കാതെ കഴിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ രുചികരമാക്കണമെങ്കിൽ ഇന്ദുപ്പ് ചേർക്കാം, മധുരം ചേർക്കണമെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം, പിന്നെ വേണമെങ്കിൽ നെയ്യും ചേർത്ത് കഴിക്കാം. കർക്കിടകക്കഞ്ഞി കഴിക്കുമ്പോൾ 7 ദിവസം മിനിമം കഴിക്കണം. 7 ദിവസം കഴിച്ചാൽ 14 ദിവസം പഥ്യം വേണം. മറ്റു കഞ്ഞികൾക്കൊന്നും പഥ്യം പറയുന്നില്ല. ചായ, കാപ്പി, മദ്യം, പുകയില, പിന്നെ സ്ത്രീയായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം കഴിച്ച വെച്ചാൽ സ്ത്രീയായിട്ടുള്ള ബന്ധങ്ങളൊന്നും പാടില്ല. നോൺ വെജിറ്റേറിയൻ, ഇറച്ചി മീൻ നിർബന്ധമായിട്ടും കഴിക്കരുത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ കഞ്ഞി കുടിക്കാവൂ. രസത്തിന് വേണ്ടിയിട്ടില്ല, അല്ല ദശമൂലം കഞ്ഞിയോ ജീരകക്കഞ്ഞി ഉലുവക്കഞ്ഞി കുടിക്കാം. പക്ഷേ കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഥ്യം പാലിക്കണം. ഇതിനുള്ള ഗുണം വെച്ചിട്ടില്ല നിങ്ങൾക്ക് പിന്നെ 2 ദിവസം കൂടെ റിസൾട്ട് കിട്ടും. മലമൂത്ര തടസ്സം മാറിക്കിട്ടും, ശരീരവേദന ഇല്ലാണ്ടാവും. പിന്നെ ഈ കൊളസ്ട്രോള്, BP, ഡയബറ്റിക്, ഹൃദ്രോഗികൾക്ക് നല്ല ഭക്ഷണമാണ്. അപ്പോൾ 7 ദിവസം മിനിമം കഴിക്കുക. രോഗികൾ 30 ദിവസം കഞ്ഞി കഴിച്ചാൽ 60 ദിവസം പഥ്യം വേണം.